വർഷങ്ങളുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. സമീർ എന്ന സിനിമയുടെ കഥ തന്റെ ജീവിത അനുഭവമാണെന്ന് യുവ സംവിധായകൻ റഷീദ് പാറയ്ക്കൽ പറഞ്ഞു. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ആദര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീർ സിനിമ കഴിഞ്ഞിട്ട് പറയുന്നത് പറയാറില്ല, ചെക്കൻ കുഴപ്പമില്ലല്ലേ, ചെയ്യുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു സമാധാനം. എനിക്കിപ്പോൾ അതേപോലൊരു സന്തോഷം സമാധാനം എനിക്ക് ഇവിടുന്ന് കിട്ടിയപ്പോൾ. കാരണം ഇത് എൻ്റെ കുടുംബത്തിലുള്ള പുറത്തുനിന്ന് നമുക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പക്ഷെ അവരെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ നിന്നിട്ട് അവർ അപ്പോൾ അതിൽ രണ്ടുപേര് ഒരു കളങ്കമില്ലാത്ത പോലെ. നിങ്ങൾ സ്വതവേ സംസാരം ശുദ്ധത കൂടുതലാണ്, പക്ഷെ ഇതിന് കുറച്ചുകൂടി ആത്മാർത്ഥത കൂടിയെന്ന് തോന്നും. അതിനൊരു കറയുമില്ല എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോഴാണല്ലോ നമ്മുടെ ഏറ്റവും അടുത്തുള്ള സംസാരിക്കുക, ബന്ധപ്പെട്ടത് പറയുക എന്നുള്ളൊരു സമാധാനം എനിക്ക് കിട്ടിയത്. സത്യസന്ധമായിട്ട് ഞാനത് പൂർണ്ണമായിട്ട് അർത്ഥത്തിൽ എടുക്കുന്നു. ഞാൻ ഭാര്യയുടെ നാട്ടിലേക്ക് കടന്ന് താമസം തുടങ്ങിയതിന് ശേഷമാണ് സിനിമ ചെയ്യാൻ തുടങ്ങിയത്. നടൻ നിയാസ് ബക്കർ ഉപഹാരം സമർപ്പിച്ചു. മരുഭൂമിയിലെ തക്കാളിത്തോട്ടത്തിൽ ഏകനായി ജീവിക്കേണ്ടി വന്ന തന്റെ ജീവിതം മറ്റൊരു ആടുജീവിതമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. റഷീദിനെ കുറിച്ച് പറയാനാണെങ്കിൽ വാദോടാണ്, ഒരുപാട് ഒരു ദിവസം മുഴുവൻ പറയാനും അവസാനിക്കാത്ത അത്രയും സംസാരിക്കാനുണ്ട്. റഷീദിന്റെ സംവിധാനത്തിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം എഴുത്താണ്. റഷീദ് എത്ര കുഞ്ഞു വരികൾ, എത്രയും ഷോർട്ടായിട്ട് എഴുതുന്ന വരികളാണെങ്കിൽ പോലും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒന്നായിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വായനക്കാരെന്ന നിലയ്ക്ക് റഷീദിൻ്റെ ഒരു തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങൾ എന്നുള്ള ആ പുസ്തകം എൻ്റെ അഭിപ്രായത്തിലാണ് അല്ലെങ്കിൽ റഷീദിനെ ലഭിച്ചിട്ടുള്ള അംഗീകാരം പോരാ എന്ന് വിശ്വസിക്കുന്നതാണ്. അത് സിനിമയായി വന്നപ്പോൾ അതിലൊരുപാട് പരിമിതികൾ റഷീദിനുണ്ടായിരുന്നു. നല്ല സാമ്പത്തികം വെച്ചൊരു സിനിമ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയതുകൊണ്ട് ഒരു പക്ഷേ നമ്മളിന്ന് കണ്ട ആടുജീവിതത്തിനെ പോലുള്ള ഒരു ഫ്രെയിം സൃഷ്ടിക്കാൻ അതിന് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിനേക്കാൾ എത്രയോ ഡെപ്തുള്ള ആഴമുള്ള സിനിമ തന്നെയായിരുന്നു ഒരു തക്കാളി കൃഷിക്കാരൻ സ്വപ്നങ്ങളുള്ള അറിയാസ്മൃതിയായ സമീർ. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലിയ അധ്യക്ഷത വഹിച്ചു. ഇന്ന് രണ്ട് അതിവിശിഷ്ടകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ട് പ്രഗത്ഭരായ നമുക്ക് സൂചിപ്പിച്ചല്ലോ, വടക്കാഞ്ചേരിക്കാർക്കൊക്കെ തന്നെ ഏറെ അഭിമാനമുണ്ടാക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഉദാഹരണം. ഞാൻ ഏറെ ഒന്നും പറയുന്നില്ല, കാരണം നാട്ടു പറഞ്ഞാൽ നമുക്ക് റഷീദിന് തന്നെ ഞാൻ പറയാം. കാരണം റഷീദിനെ സംബന്ധിച്ച് എനിക്ക് ഒട്ടേറെ കാലങ്ങളായി റഷീദായിട്ട് അടുത്ത സുഹൃത്തുക്കളുണ്ട്. റഷീദിൻ്റെ ഓരോ ബുക്ക് എഴുതുമ്പോഴും റഷീദിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു ചടങ്ങിൽ വെച്ചിട്ട് ഞങ്ങൾ വായനശാലയിൽ വെച്ചിട്ട് ഇതേമാതിരി ബുക്കിൻ്റെ ഇറക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ ഓട്ടോഗ്രാഫ് എഴുതാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു, ഇപ്പം റഷീദ് ഫ്രീ ആണ്, പക്ഷേ വരും കാലങ്ങളൊക്കെ വളരെ ബിസിയാവും. എന്തായാലും ഇന്ന് റഷീദ് ആ നിലയിലേക്ക് എത്തി. അതിയായ സന്തോഷമുണ്ട്. കാരണം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ അറിയുന്ന വ്യക്തിത്വമായി മാറി എന്നതിലേറെ സന്തോഷം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതേമാതിരി റഷീദിനെ വിളിച്ചിട്ടോ ഓസ്ട്രേലിയയിൽ നിന്ന് പടം കഴിഞ്ഞിട്ട് കേരളത്തിലെത്തി. അപ്പോൾ നമ്മുടെ പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ അജയേട്ടാ ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. അത്രയും തിരക്കായി മാറി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് സൂചിപ്പിച്ച മാതിരി തന്നെ ഭരതേട്ടൻ കഴിഞ്ഞിട്ട് വടക്കാഞ്ചേരിയുടെ ഒരു 3 നല്ല രീതിയിലുള്ള ഫിലിംസ് ഡയറക്റ്റ് ചെയ്ത വ്യക്തി, അല്ലെങ്കിൽ ഭരതേട്ടൻ്റെ ഒരു പിൻഗാമി. നമുക്കൊക്കെ അഭിമാനമാണ് ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ.
ഭരതേട്ടനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറെ അഭിമാനമുള്ള മാതിരി തന്നെ ഇന്ന് റഷീദിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറെ അഭിമാനമാണ്. സെക്രട്ടറി PN ഗോകുലൻ, ഭാരവാഹികളായ എൽദോ പോൾ, CA ശങ്കരൻകുട്ടി, CA ഷംസുദ്ദീൻ, KA മുഹമ്മദ്, VV ഫ്രാൻസിസ്, അബ്ദുൽ ഗാഫൂർ, പ്രശാന്ത് മേനോൻ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.